ഹലോ അസ്സാം വലൈക്കും. ഞാനും ഉണ്ടാക്കി ഇന്ന് ഒരു അടിപൊളി ചിക്കൻ മന്തി. അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഞാൻ ഇതുപോലെ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ മന്തി ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. വരൂ നമുക്ക് കണ്ടു നോക്കാം. വരൂ. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കി തുടങ്ങിയാലോ. ഫസ്റ്റ് ടൈമായിട്ടാണ്, എന്തെങ്കിലും ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു 1.25 കിലോ ചിക്കൻ ഉണ്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള പീസസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ജീരക ചതച്ചത്, കുരുമുളക്, മന്തി മസാല, മാഗീസ് ക്യൂബ്, സൺഫ്ലവർ ഓയിൽ, പിന്നെ റെഡ് കളറ്, യെല്ലോ കളറ്, കുരുമുളക്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ചിക്കനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതേ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇങ്ങനെ വിട്ടായിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലത്തെ ഒരു വലിയ പാത്രം എടുത്താൽ മതി. ഇതില്ലാത്തവർ പിന്നെ ചിക്കൻ കൊള്ളുന്ന പാത്രം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ബോളിട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആമിക്ക് കുരുത്തക്കേട് തുടങ്ങുന്നുണ്ട് ആമി. അപ്പം ഞാനെല്ലാം കുത്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂണ്. അതുപോലെ തന്നെ ജീരകം ചതച്ചത്, പിന്നെ മന്തി മസാല, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മാഗീസ് ക്യൂബാണ്. നമ്മൾ അത്രയും ഉണ്ടാക്കുന്നുള്ളൂ. ഈ ക്യൂബൊന്ന് കൈ വെച്ചിട്ട് തന്നല്ലോ പോലെ ഇതുപോലെ ആക്കി കൊടുക്കാം. പിന്നെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറും കൂടി ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ എടുത്ത് വെച്ച സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ കൈവച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ചിക്കനൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക്, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. നമുക്ക് കടിക്കാൻ ഇങ്ങനെ കിട്ടുമ്പോൾ ചെറിയ കുരുമുളക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നില്ല. 1 ക്യൂബല്ലേ ചേർത്തിട്ടുള്ളൂ, 1 ക്യൂബേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, അരമണിക്കൂർ. പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റോ 20 മിനിറ്റോ വെക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ അറേബ്യൻ മന്തി റൈസ് കിറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 പാവ് എടുത്തിട്ടുണ്ട്. ഇനിയിത് നമുക്ക് 2-3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്താൻ വെക്കാം. അപ്പം നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബ്രദറിന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ 25 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് വെക്കാം. അപ്പം അങ്ങനെ ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ അരിയൊക്കെ ഒരു 2-3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുക. ഉണ്ടോ, ഒരു ഭാഗം നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അങ്ങനെ 2-3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ചിക്കൻ എല്ലാം നല്ലപോലെ മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിടാം. അങ്ങനെ 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. അതിനായിട്ട് അരി വേവാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്.
പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഞാനിവിടെ പൊടിയുപ്പാണ് യൂസ് ചെയ്യാറ്. ഇത് ഇങ്ങനത്തെ ഐറ്റംസിനെല്ലാം കല്ലുപ്പാണ് നല്ലത്, കല്ലുപ്പില്ല. പിന്നെ നമുക്ക് ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പട്ട, പിന്നെ 2-3 ഗ്രാമ്പു, ഒരു 4 ഏലക്ക. ഇതിൻ്റെ ചുവ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ടിടാം. അതിങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. നമുക്കിത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അരിയിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ നെയ്ച്ചോറിൻ്റെ അത്ര വേവാനൊന്നും പാടില്ല. എല്ലാവർക്കും മന്തി ഉണ്ടാക്കാൻ അറിയാം. മന്തി ഉണ്ടാക്കുന്നവരാണ് ഞാനാണ്. ഇതുവരെ മന്തി ഉണ്ടാക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇച്ചിരി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അപ്പം നമ്മുടെ റൈസിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അത് അവിടെ കിടന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ മന്തിയുടെ ചിക്കൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്ര ഒരു ലേശം ചിക്കൻ, മന്തിക്ക് ചിക്കൻ ഇത്ര വലിയ പാത്രത്തിലോ? അതായത് കുഴിമന്തിയല്ലേ. എൻ്റെ കണ്ണിൽ ഇവനെയാണ് കുഴി പോലെ പെട്ടത്. അപ്പം ഞാൻ കുഴിമന്തിക്ക് വേണ്ടി കുഴിയുള്ളൊരു പാത്രം എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മന്തി ഇതേ ഇവിടെ ദമ്മിട്ടെടുത്തിട്ടുണ്ട്. ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ, അതിലാണ് ചുവന്ന കളർ, കുറച്ച് ചുവപ്പ് കളറും, പിന്നെ പച്ചമുളക് കുത്തിക്കൊടുക്കാം. ഇതുപോലെ പച്ചമുളകിൻ്റെ എരിവൊന്നും ഇറങ്ങൂല, എന്നാലും പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ല പോലെ ഉണ്ടാവും. മൂടിയെടുക്കുക. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. കുറച്ച് സമയം അടച്ച് വയ്ക്കാം. ഇതേ നമ്മുടെ മന്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ മന്തിയാണ് മക്കളെ. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും ഫ്ലോപ്പ് ആവുമെന്ന്. അപ്പം ഒന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ട് ഒരു മയോണൈസ് ഉണ്ടാക്കണ്ടേ. അതും കൂടി ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽത്തി ആയ മയോണൈസാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം അല്ലേ. അതിനായിട്ട് ഹെൽത്തി ആയ മയോണൈസാണ്, അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പുഴുങ്ങിയ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടൻ്റെ യോക്ക് വേണ്ട, വൈറ്റ് മാത്രം മതി. അതായത് മഞ്ഞക്കരു മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് മാത്രം ഇട്ടടിക്കാം. പിന്നെ മഞ്ഞക്കരും കൂട്ടും, പക്ഷെ അത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ. അപ്പോൾ ഞാനിന്ന് മുട്ടൻ്റെ വൈറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂണ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു 3 വെളുത്തുള്ളി, പിന്നെ പകുതി ചെറുനാരങ്ങ, ഇത്രയും വേണ്ട. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഉപ്പ്. നമുക്കിതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ഹെൽത്തി ആയ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയ മയോണൈസ്. പച്ചമുട്ട ആകുമ്പോൾ പച്ചമുട്ടയുടെ ചുവയും പിന്നെ ആണെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ആണ് പച്ചമുട്ടൻ്റെ മയോണൈസൊക്കെ കഴിക്കുമ്പം. ഇതാകുമ്പം ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഇത് ഞാൻ 2 മുട്ടക്കാണ് ഉണ്ടാക്കിയത്. 2 മുട്ടക്ക് 3 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ 2ഓ 1ഓ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ആർക്കും വെളുത്തുള്ളിനെ കൊണ്ട് അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മന്തിയും റെഡിയായി, ഹെൽത്തി ആയ മയോണൈസും റെഡിയായി.